ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലെ ഒരു വാക്യമാണ് ആദ്യം വായിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം നമ്മുടെ ഈ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളുടെയും ഒടുവിലത്തെ പുസ്തകമാണ്. വെളിപ്പാട് പുസ്തകം ഒരു പ്രവചന ഗ്രന്ഥമാണ്. വേദപുസ്തകത്തിൽ കഥാഗ്രന്ഥങ്ങളുണ്ട്, കീർത്തന ഗ്രന്ഥങ്ങളുണ്ട്, ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്, പ്രവചന ഗ്രന്ഥങ്ങളുമുണ്ട്. ഈ പ്രവചന ഗ്രന്ഥങ്ങൾ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രവചിക്കുന്ന കാര്യങ്ങളാണ്. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ്. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം, 27-ാമത്തെ പുസ്തകം. പഴയ നിയമത്തിലുള്ള പുസ്തകങ്ങൾ 27-ാമത്തെ പുസ്തകം ദാനിയേൽ പ്രവചനമാണ്. പഴയ നിയമത്തിലെ ഏറ്റവും ശക്തമായ പ്രവചനമാണ് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം. അതുപോലെ തന്നെ പുതിയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകം പ്രവചനങ്ങളുടെ ഒരു സമാഹാരമെന്ന് വേണ്ടി പറയാം. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകവും വെളിപ്പാട് പുസ്തകവും വരാനിരിക്കുന്ന കാര്യങ്ങളെ തുറന്നു കാണിക്കുന്ന പുസ്തകങ്ങളാണ്. ഈ പ്രവചനങ്ങളെല്ലാം വിശ്വാസികൾക്ക് ആത്മീയ വർധന വരുത്തുവാനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം പ്രാപിപ്പാനും പരിശുദ്ധാത്മാവിൻ്റെ നല്ലവരെ അനുഭവിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനുമുള്ള പ്രത്യാശകരമായ അരുളപ്പാടുകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ പുസ്തകങ്ങളിൽ, പ്രവചന ഗ്രന്ഥങ്ങളിൽ, പ്രത്യേകിച്ചും വെളിപ്പാട് പുസ്തകത്തിൽ. പഴയ നിയമത്തിലുള്ള 39 പുസ്തകങ്ങൾ എല്ലാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവവതാരത്തിന് മുന്നോടിയായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. പുതിയ നിയമത്തിലെ 27 ഗ്രന്ഥങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം, മരണം, ഉയർത്തെഴുന്നേൽപ്പ് തുടങ്ങിയുള്ള കാര്യങ്ങളുള്ള ബന്ധത്തിൽ ഉള്ള വിവരണങ്ങളും അപ്പോസ്തലന്മാരുടെ പ്രബോധനങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങളാണ്. അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാൻ സുവിശേഷം എഴുതിയിട്ടുണ്ട്, ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, വെളിപ്പാട് പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് 14 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോസ്തലനായ യോഹന്നാൻ സുവിശേഷം ഒരു ഗ്രന്ഥം, ലേഖനങ്ങൾ 3 ഗ്രന്ഥങ്ങൾ, വെളിപ്പാട് പുസ്തകം 1, അങ്ങനെ 5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം വിശ്വാസം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയത്തെയാണ് പ്രബലമായി ചിത്രീകരിക്കുന്നത്. അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ ലേഖനങ്ങൾ സ്നേഹത്തിൻ്റെ ലേഖനങ്ങളാണ്, സ്നേഹത്തെയാണ് അതിൽ ഊന്നി പറയുന്നത്. അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ വെളിപ്പാട് പുസ്തകം പ്രത്യാശ എന്ന ഒരു വിഷയത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിശ്വാസം, സ്നേഹം, പ്രത്യാശ. ഈ 3 വാക്കുകൾ അപ്പോസ്തലനായ പൗലോസ് എടുത്തു പറയുന്നുണ്ട് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്ക്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. വേദപുസ്തകം പഠിക്കുമ്പോൾ ചെറിയ ലഘു വിവരണങ്ങൾ ഇങ്ങനെ കിട്ടുന്നത് നമുക്ക് പ്രയോജനകരമായിരിക്കും. വിശ്വാസത്തിന് പ്രാമാണ്യം നൽകിക്കൊണ്ട് സുവിശേഷവും, സ്നേഹത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ലേഖനങ്ങളും, പ്രത്യാശയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം അപ്പോസ്തലനായ യോഹന്നാൻ എഴുതി. ഈ ലേഖനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ
വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവ നിലനിൽക്കുന്നതാണ് അപ്പോസ്തലൻ പറയുന്നത്. 1 കൊരിന്ത്യർ 13 അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. വാസ്തവത്തിൽ വേദപുസ്തകത്തിൻ്റെ ആകെത്തുക ഇതിനകത്ത് കാണാം. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. സ്നേഹത്തിൻ്റെ വ്യക്തമായ അനുഗ്രഹീതമായ ചിത്രീകരണമാണ് വേദപുസ്തകം. സ്നേഹത്തിൻ്റെ മകുടം ചാർത്തുന്ന അനുഭവമാണ് ഗോകുൽത്തായിലെ കുരിശിൽ കാണുന്നത്. യേശുക്രിസ്തുവിൻ്റെ കുരിശിൽ സ്നേഹമാണ് നാം തെളിഞ്ഞു കാണുന്നത്. ആരോടും വിദ്വേഷമില്ലാതെ, ആരോടും പകയില്ലാതെ, ആരോടും പ്രതികാര ചിന്തയില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരോടും ക്ഷമിക്കുകയും ചെയ്യുന്ന സ്വർഗീയ സ്നേഹം, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ് കുരിശിൽ വെളിപ്പെടുത്തി കാണുന്നത്. ഈ സ്നേഹത്തെയാണ് വാസ്തവത്തിൽ വേദപുസ്തകം മുഴുവനും പ്രതിനിധാനം ചെയ്യുന്നത്. അതുതന്നെയാണ് ഈ വെളിപ്പാട് പുസ്തകത്തിലും പ്രധാനമായി കാണുന്നത്. ദൈവ സ്നേഹം, വരാനിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നതായി ദൈവത്തിൻ്റെ സ്നേഹം. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നതോ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രത്യാശയാണ്. നമ്മൾ പ്രത്യാശ വർദ്ധിക്കുന്നു, വിശ്വാസം വർദ്ധിക്കുന്നു, പ്രത്യാശ വർദ്ധിക്കുന്നു, സ്നേഹവും വർദ്ധിക്കുന്നു. ക്രിസ്തുവിനോടുള്ളതായ സ്നേഹം നമുക്ക് വർദ്ധിക്കുന്നു. നിങ്ങൾ മനസ്സിരുത്തി വായിച്ചാൽ, വെളിപ്പാട് പുസ്തകം വായിച്ചാൽ പലതും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി എന്ന് വരികയില്ല. പക്ഷേ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അമ്പരപ്പോടെ ഓർക്കും, എന്തൊരഗാധമായ സ്നേഹത്തിൻ്റെ വ്യാഖ്യാനമാണ് ഈ ഗ്രന്ഥത്തിൽ കാണുന്നതെന്ന്. അഗാധമായ ദൈവസ്നേഹത്തിൻ്റെ പ്രകടനമാണ് നാം ഈ പുസ്തകത്തിൽ കാണുന്നത്. മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ്സ് ലവ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനം, അതാണ് ഈ പുസ്തകത്തിൽ കാണുന്നത്. വരാനിരിക്കുന്ന കാര്യങ്ങൾ കർത്താവ് തുറന്നു കാണിച്ചു തരുന്നു. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പറയുന്ന വാക്ക് അപ്പോകാലിപ്സ് എന്നാണ്. അപ്പോകാലിപ്സ് എന്ന് പറഞ്ഞാൽ മറച്ചു വച്ചിരിക്കുന്നത് വെളിപ്പെടുത്തുക എന്നർത്ഥം. മറഞ്ഞിരിക്കുന്നത് വെളിപ്പെടുത്തുക. ഒരു കാലത്ത് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തി തരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഈ വെളിപ്പാട് പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, ഇനിയും ഈ പ്രവചനം അടച്ചു വയ്ക്കരുത് എന്ന്, തുറന്നു വെച്ചേക്കുക എന്ന് വായിക്കാം. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയമെടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്, അടച്ചു വയ്ക്കരുത്. ഇത് തുറന്നിരിക്കട്ടെ. തുറന്നു തരികയാണ്. ഈ പുസ്തകത്തിൽ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും തുറന്നു തരികയാണ്. വരാനിരിക്കുന്ന കാര്യങ്ങൾ തുറന്നു തരികയാണ്. എന്നാൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം വായിക്കൂ. നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക, അടച്ചു വയ്ക്കാനാണ് പറയുന്നത്. പഴയ നിയമത്തിലെ പ്രവചന ഗ്രന്ഥമായ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിന് ദൈവം കൽപ്പിക്കുന്ന ദാനിയേലിനോട് പറയുന്നു, നീ ഇതെല്ലാം അടച്ചു വയ്ക്കുക, മുദ്രയിട്ട് വച്ചേക്കുക, ഇപ്പോൾ തുറക്കണ്ട, അന്ത്യകാലം വരെ അടച്ചു വയ്ക്കുക. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാനം പറയുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം തുറന്നു വയ്ക്കുക, ഇത് മുദ്രയിട്ട് വയ്ക്കണ്ട, ഇത് തുറന്നു വയ്ക്കുക. നമ്മുടെ മുന്നിൽ തുറന്ന് കാണിച്ചു തരികയാണ് എന്തെല്ലാമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ചിലതെല്ലാം നാം വായിക്കുമ്പോൾ നാം പരിഭ്രമിച്ചു പോകും. ഈ ഭൂമിയിൽ വരുന്നതായ ചില വളരെ ഭയാനകമായ അത്യാഹിതങ്ങൾ വായിക്കുമ്പോൾ നാം പരിഭ്രമിച്ചു പോകും. വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നാം തിരിച്ചറിയാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് അമ്പരപ്പ് വരും. എന്നാൽ ആ അമ്പരപ്പിനപ്പുറം വലിയൊരു പ്രത്യാശ നമ്മെ കാത്തു നിൽക്കുന്നു. ഈ ഭൂമിയിലെ യാതനകൾ തീരും, ഈ ഭൂമിയിലെ വേദനകൾ തീരും, ഇവിടെയുള്ള കഷ്ടപ്പാടുകൾ തീരും, ഇവിടെയുള്ള വഴക്കുകളും പിണക്കങ്ങളും തീരും. യോഗയോഗക്ഷേമമായി, ഐക്യമായി, സ്നേഹമായി, സൗഹാർദ്ദമായി മനുഷ്യൻ ജീവിക്കുന്നൊരു കാലം വരും. സകലവും പുതുതാക്കുന്നൊരു കാലം വരും. പുതിയ ആകാശം പുതിയ ഭൂമിയും ഉണ്ടാകും. ഇന്നത്തെ ഈ ആകാശം ഇന്നത്തെ ഭൂമിയും ഒഴിഞ്ഞു പോകും. പുതിയ ആകാശം പുതിയ ഭൂമിയും ഉളവായി വരും. അന്ന് പുതിയ യെറൂശലേം എന്ന ആ സ്വർഗീയ നഗരം ഭൂമിയിൽ പ്രത്യക്ഷമാകും. രാജാധിരാജനായ കർത്താവായ യേശുക്രിസ്തു വാഴും. ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയില്ല, പക്ഷേ അതെല്ലാം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇന്ന് ജീവിക്കുന്ന നാം, ഇന്ന് കുറേക്കാലം നാം ഈ ഭൂമിയിൽ ജീവിച്ചു, നാം ദൈവത്തിന് വേല ചെയ്തു, കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു, സുവിശേഷം കേട്ടു,
നാം ജീവിതം സമർപ്പിച്ചു, പലതും നടന്നു. എന്നാൽ ഒരുപക്ഷേ നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെയാകാം, അല്ലെങ്കിൽ നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷമാകാം കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരും. യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന എതിർ ക്രിസ്തു അല്ലെങ്കിൽ അന്തിക്രിസ്തു, അവൻ്റെ ഒരു ഭരണമുണ്ടാകും, 7 വർഷത്തെ ഭരണമുണ്ടാകും. ആ ഭരണകാലത്ത് എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത്? നാം അത്ഭുതപ്പെടും. മോശ ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് പുറപ്പെടുവിച്ച് പലസ്റ്റൈനിലേക്ക്, കനാനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ദൈവം വലിയ പ്രതീക്ഷയോടെ മോശയെ ആ കാര്യം ഫലമേൽപ്പിച്ചു. 600,000 വരുന്ന ജനത്തെ മോശ നയിച്ചു കൊണ്ടുപോയി മരുഭൂമിയിൽ കൂടി, സിനായി മരുഭൂമിയിൽ കൂടി. ആ മരുപ്പറമ്പിലെ ജീവിതം ക്ലേശകരമായിരുന്നു, ദുരിതപൂരിതമായിരുന്നു. എന്നാൽ ജനത്തെ മോശ കൊണ്ടുപോയി. മോശ അപ്പുറം, യോർദാൻ്റെ അപ്പുറം കനാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് മോശ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാൻ പോവുകയാണ്. ദൈവം മോശയെ വിളിച്ചു നെബോ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി. നെബോ പർവ്വതത്തിൻ്റെ മുകളിൽ പിസ്ഗായുടെ ചെരുവിൽ മോശയെ നിർത്തിയിട്ട് ദൈവം പറഞ്ഞു, നീ മരിക്കാൻ പോവുകയാണ്, നിൻ്റെ ഈ ഭൂമിയിലെ വാസം തീരാൻ പോവുകയാണ്. മോശ കെഞ്ചി പറഞ്ഞു, കർത്താവേ, ഇത്രയും വർഷം 40 വർഷം ഞാൻ ഈ ജനത്തെ നടത്തിക്കൊണ്ട് പോകുന്നതാണല്ലോ, എനിക്കപ്പുറം ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഈ കനാൻ നാട് എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്, അതുകൂടി കഴിഞ്ഞിട്ട് എനിക്ക് മരിച്ചാൽ മതിയായിരുന്നു. മോശ ആഗ്രഹം പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഇല്ല, നീ കനാൻ ദേശത്ത് കാലുകുത്തുകയില്ല. നീ ഇവിടെ വെച്ച് ഈ യാത്രയിൽ തന്നെ നീ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകും. നെബോ പർവ്വതത്തിൻ്റെ മുകളിൽ ഇവിടെ വെച്ച് തന്നെ നീ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകും. മോശ പിന്നെയും കെഞ്ചി, കർത്താവേ, കരുണ തോന്നണമേ, എനിക്ക് അപ്പുറം നാടൊന്ന് കാല് ചവിട്ടി ആ ദേശത്തുകൂടി നടക്കണമെന്നുണ്ട്. അതിനുവേണ്ടിയാണല്ലോ ഞാൻ ഈ ജനത്തെ നടത്തിക്കൊണ്ട് വന്നത്. ദൈവം പറഞ്ഞു, നീ എന്നോട് വാദിക്കണ്ട, അക്കാര്യം നീ എന്നോട് ചോദിക്കണ്ട, നീ എന്നോട് അക്കാര്യം സംസാരിക്കരുത്. പക്ഷേ നിനക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് അപ്പുറം കാണാം, യോർദാൻ്റെ അപ്പുറത്തുള്ള കനാൻ നാട് നിനക്ക് വേണമെങ്കിൽ കാണാം, ദൈവം പറഞ്ഞു. മോശ ആ ആഗ്രഹം അവിടെ അടക്കി വെച്ചു. പക്ഷേ മോശ പറഞ്ഞത് ദൈവം അന്ന് കേട്ടിരുന്നു. എനിക്ക് ആ നാട് കാലുകുത്തി ഒന്ന് സഞ്ചരിക്കണമെന്നുള്ളതായി ആഗ്രഹം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മോശ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് ആ കനാൻ നാട്ടിൽ കൂടി നടക്കുന്നു. യെരൂശലേം തെരുവിൽ കൂടി മോശ നടക്കുന്നു. എന്തൊരത്ഭുതം! നിത്യനായ ദൈവം പാവപ്പെട്ട മനുഷ്യൻ പറയുന്ന ചെറിയ ആഗ്രഹം പോലും കുറിച്ച് വയ്ക്കുന്നു. മോശ അന്നൊന്ന് പറഞ്ഞേ ഉള്ളൂ, കർത്താവേ, എനിക്ക് അവിടുന്ന് കാലുകുത്തണമെന്ന് ആഗ്രഹമുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരിക്കാം, ഒരുപക്ഷെ വലിയ ആഗ്രഹങ്ങളായിരിക്കാം, പറയുന്നത് കുറിച്ച് വയ്ക്കുന്നൊരു ദൈവമുണ്ട്. ഇന്ന് നാം പറയുന്നതൊക്കെ അപ്പോൾ മറുപടി കിട്ടിയെന്ന് വരികയില്ല. അപ്പോൾ ഒരുപക്ഷെ നോ, വേണ്ട എന്നായിരിക്കും മറുപടി. ഇപ്പോൾ വേണ്ട എന്നായിരിക്കും മറുപടി. നിരാശപ്പെടണ്ട. വർഷങ്ങൾ കഴിഞ്ഞ്, ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് മോശ കനാൻ നാട്ടിൽ ഇറങ്ങി വരും. യെരൂശലേമിൻ്റെ തെരുവിൽ മോശ പ്രവചിക്കും, മോശ പ്രസംഗിക്കും. നോക്കൂ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ മോശ എഴുന്നേറ്റ് വന്ന് ആ കനാനിലൂടെ സഞ്ചരിക്കുകയും യെരൂശലേമിൻ്റെ തെരുവിൽ പ്രസംഗിക്കുകയും ചെയ്യും. അന്ന് മോശയ്ക്ക് കൂട്ടായിട്ട് ഏലിയാവും ഉണ്ടായിരിക്കും. ഏലിയ പ്രവാചകനും മോശയും. മരിച്ച് ഉൺമറഞ്ഞുപോയ മോശ മരിച്ചവരുടെ പ്രതിനിധിയാണ്. ജീവനോട് എടുക്കപ്പെട്ടവരുടെ പ്രതിനിധിയായി ഏലിയാവ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുണ്ട് രണ്ടവസ്ഥ. ഈ ഭൂമിയിൽ നാം ജീവിക്കുന്നു, നാം ഒരു ദിവസം കടന്നു പോകുന്നു. എന്നാൽ നാം ക്രിസ്തുവിലാണ് കടന്നു പോകുന്നതെങ്കിൽ നാം ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കും. കർത്താവായ യേശുവിൻ്റെ 2ാമത്തെ വരവിൽ ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ വിശ്വാസികളായി ജീവിച്ചിരിക്കുന്നവർ അവർ ഈ ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞു പോയിട്ടില്ലല്ലോ, അവർ രൂപാന്തരപ്പെടും. മരിച്ചവരുടെ പ്രതിനിധിയായി മോശയും ജീവനുള്ള പ്രതിനിധിയായി ഏലിയാവും അവിടെ എഴുന്നള്ളി വരും. ദൈവത്തിന് സ്തോത്രം. അവർ രണ്ടുപേരും കൂടെ ആ തെരുവീതിയിൽ കൂടി നടക്കും. അവരെ പ്രവചിക്കും. അവരെ ആൻറ്റി ക്രൈസ്റ്റ് കൊന്നുകളയും. അന്തിക്രിസ്തു എന്നുള്ള പദമല്ല നല്ലത്, എതിർ ക്രിസ്തു എന്നുള്ള പദമാണ് നല്ലത്. ആൻറ്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു. അന്തിക്രിസ്തു അവരെ വധിച്ചു കളയും. അവരുടെ ശവം 3.5 ദിവസം യെരൂശലേമിൽ തെരുവിൽ കിടക്കും. സകല ഗോത്രക്കാരും, സകല വംശക്കാരും, സകല ഭാഷക്കാരും, സകല ദേശക്കാരും ആ ശവം 3.5 ദിവസം കാണും. യെരൂശലേമിൽ തെരുവിൽ കിടക്കുന്ന ശവം ഇവിടെ ഇന്ത്യയിലുള്ള നാം എങ്ങനെ കാണും? ഇന്ന് നമുക്ക് പഞ്ഞമില്ല, മനസ്സിലാക്കാൻ പ്രയാസമില്ല. കാരണം ഇന്ന് ഈ ടെലിവിഷൻ മറ്റുമുള്ള ഇന്നത്തെ ആധുനിക
ശാസ്ത്രീയ സാങ്കേതിക മാർഗങ്ങൾ മൂലം നമുക്ക് ലോകത്ത് എവിടെയും നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാം. യെരൂശലേമിൻ്റെ തെരുവിൽ 3.5 ദിവസം മോശയുടെയും ഏലിയാവിനെയും ശവശരീരം കിടക്കും. സകല ദേശക്കാരും ഭാഷക്കാരും ഗോത്രക്കാരും വംശക്കാരും അത് കാണും എന്ന് പറഞ്ഞത് എത്ര അത്ഭുതമാണ്. അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് പറഞ്ഞിരിക്കുന്നു. അന്ന് ടെലിവിഷനില്ല, അന്ന് ഈവൻ റേഡിയോ പോലുമില്ല, അന്നത്തെ സാങ്കേതിക മാർഗങ്ങളൊന്നുമില്ല. അന്നേ ദൈവം വെളിപ്പാട് ദിവസം 11-ാം അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുന്നു. വെളിപ്പാട് ദിവസം 11-ാം അധ്യായത്തിലെ കാര്യം വ്യക്തമായി കർത്താവ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. എന്തൊരത്ഭുതം! ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ ദൈവം കുറിച്ച് വയ്ക്കുന്നതാണല്ലോ ഞാൻ പറഞ്ഞത്. നമ്മുടെ ആഗ്രഹങ്ങൾ കുറിച്ച് വയ്ക്കുന്നൊരു ദൈവം, നമ്മുടെ ആവശ്യങ്ങൾ കണ്ട് നമുക്ക് തക്ക സമയത്ത് മറുപടി തരുന്ന ദൈവം. അവനൊന്നും മറുപടി തരാതിരിക്കുകയില്ല. ഇവിടെ ഞാനൊന്ന് നിങ്ങളോടും ചോദിച്ചു കൊള്ളട്ടെ, നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ? ഇതെനിക്ക് തരണം കർത്താവേ എന്ന് ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഏങ്ങലടികളോടെ കൈ നീട്ടിയിട്ടുണ്ടോ? കർത്താവേ ഇതെനിക്ക് തരണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ വിതുമ്പിക്കൊണ്ട് കർത്താവിനോട് യാചിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിരാശപ്പെടേണ്ട. നിത്യനായ ദൈവം തൻ്റെ പ്രിയമക്കൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ നിവർത്തിച്ചു കൊടുക്കുന്നവനാണ്. സങ്കീർത്തനക്കാരനായ ദാവീദ് 37-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തയാചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ തരും. ചോദിക്കൂ പ്രിയപ്പെട്ടവരെ, കർത്താവേ എൻ്റെ മകൻ അവന് ദൈവബോധമില്ലാതിരിക്കുന്നല്ലോ, അവൻ പഠിക്കുന്നില്ലല്ലോ, ഉഴപ്പുന്നല്ലോ. എൻ്റെ മോള് ഒട്ടും ശ്രദ്ധയില്ലാതെ ജീവിക്കുന്നല്ലോ, അവൾക്ക് പഠനം താല്പര്യമില്ലാതിരിക്കുന്നല്ലോ. കർത്താവേ എൻ്റെ ഭർത്താവ് മദ്യപിച്ച് കൂത്താടി ജീവിതം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. എൻ്റെ ദൈവമേ, വീട്ടിൽ കലഹവും വീട്ടിൽ പ്രയാസവുമാണല്ലോ, സ്വൈര്യമില്ലല്ലോ, സമാധാനമില്ലല്ലോ. നിങ്ങളുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ നിങ്ങൾ ദൈവത്തോട് പറയാം. തീർച്ചയായും പറയാം. കേൾക്കാനൊരു നാഥനുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ എല്ലാം ശ്രദ്ധ വെച്ച് കേൾക്കും, എല്ലാം കേൾക്കും. അവൻ തക്ക സമയത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും. എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട്? മക്കളുടെ കാര്യമാകാം, ഭർത്താവിൻ്റെ കാര്യമാകാം, ഭാര്യയുടെ കാര്യമാകാം, ജോലിയുടെ കാര്യമാകാം, ശമ്പളത്തിൻ്റെ കാര്യമാകാം, അല്ല നിങ്ങളുടെ രോഗത്തിൻ്റെ കാര്യമാകാം, കടത്തിൻ്റെ കാര്യമാകാം. എന്തെല്ലാം പറയാനുണ്ട്? എല്ലാം പറഞ്ഞുകൊള്ളൂ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക. സ്തോത്രം. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. നിന്നെ ഞാൻ വിടുവിക്കാമെന്നാണ് കർത്താവ് പറഞ്ഞത്. കഷ്ടതയുടെ മധ്യത്തിൽ നീ വരുമ്പോൾ ഞാൻ നിന്നെ വിടുവിച്ചു കൊള്ളാം. പ്രയാസത്തിൻ്റെ മധ്യത്തിൽ നിന്ന് വരുമ്പോൾ ഞാൻ നിന്നെ വിടുവിച്ചു കൊള്ളാം. പരീക്ഷാ ഹാളിൽ ചോദ്യക്കടലാസ് കിട്ടിയപ്പോൾ അമ്പരപ്പിലായി നീ വിഷമിക്കുന്നു. മോനെ, നിനക്ക് ഞാൻ മോചനം തരാം, നിനക്ക് ഞാൻ വിടുതൽ തരാം, നിനക്ക് ആവശ്യമുള്ള കൃപ തരാം, നിനക്ക് ഓർമ്മ തെളിയിച്ചു തരാം, ബുദ്ധി തെളിയിച്ചു തരാം. സ്തോത്രം. ഗോഡ് ഈസ് മൈ റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത് ഈസ് ദ വെരി പ്രസൻറ്റ് ഹെൽപ്പ് ഇൻ ദ ടൈം ഓഫ് ട്രബിൾ. സ്തോത്രം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായി നിൽക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിനോട് നിങ്ങൾക്ക് വിളിച്ചപേക്ഷിക്കാം. എല്ലാം കർത്താവ് തരും, എല്ലാം വെളിപ്പെടുത്തി തരും. നിങ്ങളുടെ അറിവില്ലാത്തത് കർത്താവ് പറഞ്ഞു തരും. വെളിപ്പാട് പുസ്തകം മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കുന്ന പുസ്തകമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, നാം കാണുന്നത് എങ്ങനെയാണ്? നമുക്ക് വായിക്കാം. 4-ാം വാക്യം. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഈ വെളിപ്പാട് പുസ്തകം എഴുതി തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ഒരു ആശീർവാദമാണ്. നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. വചനം എപ്പോഴും സമാധാനം തരുന്നതാണ്. യേശുക്രിസ്തു എവിടെ വരുന്നോ അവിടെ സമാധാനം വരികയാണ്. യേശുക്രിസ്തു എവിടെ എഴുന്നള്ളി വരുന്നോ അവിടെ കർത്താവ് സമാധാനം പകരുകയാണ്. കൃപയും സമാധാനം ഉണ്ടാകട്ടെ. നിത്യനായ രാജാധിരാജനായ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നാൽ അവിടെ സമാധാനമാകും. ഇന്ന് ആകുലങ്ങളിൽ ആടി ഒലഞ്ഞു പോകുന്ന ജീവിതമല്ലേ? മനസ്സ് പതറിയിരിക്കുന്ന ജീവിതമില്ലേ? എന്ത് നാളെ എന്നോർത്ത് അമ്പരപ്പിലായിരിക്കുന്ന ജീവിതമില്ലേ? സംഭീതരായി സംഭ്രാന്തരായിരിക്കുന്ന മനുഷ്യരില്ലേ? കേൾക്കൂ, നിങ്ങൾക്ക് സമാധാനം തരാൻ യേശുക്രിസ്തുവിന് കഴിയുമെന്നല്ല, യേശുക്രിസ്തുവിന് മനസ്സാണ്. നിങ്ങളൊന്ന് മനസ്സ് വയ്ക്കണമെന്നേ ഉള്ളൂ. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. വീണ്ടും കർത്താവ് അവസാനം പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിങ്ങൾ കഷ്ടമുണ്ട്,
എങ്കിലും ഞാൻ ലോകത്ത് ജയിച്ചിരിക്കുന്നു. കഷ്ടതകളും പ്രയാസങ്ങളുള്ള ഈ ലോകത്ത് കൃപയും സമാധാനം ഉണ്ടാകട്ടെ എന്ന് കർത്താവ് ആശീർവദിക്കുന്നു. ഈ സമാധാനം നിങ്ങൾ ഏറ്റുവാങ്ങുമോ? ഈ സമാധാനം നിങ്ങൾക്ക് ഏറ്റുവാങ്ങാൻ ആഗ്രഹമുണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. സമാധാനം വേണം. നമുക്കെല്ലാവർക്കും വേണം സമാധാനം. ഓരോരോ പ്രയാസങ്ങൾപ്പെട്ട് മനസ്സ് ഉഴന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യന്, മനസ്സ് വലഞ്ഞിരിക്കുന്ന മനുഷ്യന് സമാധാനം വേണ്ടേ? വേണമല്ലോ. ആ സമാധാനം നിങ്ങൾക്ക് സ്വീകരിക്കാൻ എന്ത് വേണം? നിങ്ങളെന്ത് ചെയ്യണം? ഒറ്റയ്ക്കൊരു കാര്യം മാത്രം. നിങ്ങളുടെ ഹൃദയം കർത്താവിനായി തുറന്നു കൊടുക്കണം. കർത്താവിനായി തുറന്നു കൊടുക്കണം. നിങ്ങളുടെ ഹൃദയത്തിലേക്കുള്ള കർത്താവിന് വരാനുള്ള വഴി നിങ്ങൾ ഒരുക്കി കൊടുക്കണം. കർത്താവിന് വഴിയൊരുക്കുവീൻ, അവൻ്റെ പാത നിരപ്പാക്കുവീൻ. കർത്താവിന് വഴിയൊരുക്കുവീൻ, അവൻ്റെ പാത നിരപ്പാക്കുവീൻ. ദൈവത്തിന് സ്തോത്രം. എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങളുടെ വീട്ടിൽ വളരെ ശ്രേഷ്ഠനായ ഒരാൾ വരുന്നതിരിക്കട്ടെ. അപ്പോൾ സങ്കല്പിക്കൂ, ചിന്തിക്കാൻ വയ്യാത്തൊരു കാര്യമാണ്. ഇന്ത്യൻ പ്രസിഡൻ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല, എങ്കിലും സങ്കല്പിക്കൂ, ഇന്ത്യൻ പ്രസിഡൻറ്റ് നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടുന്നു, ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റ് നിങ്ങളുടെ വീട്ടിൽ വരുമെന്ന്. അവിടെ 1 മണിക്കൂർ നേരം വിശ്രമിക്കുമെന്ന്. എന്തൊരു അത്ഭുതം! ഉച്ചഭക്ഷണം നിങ്ങളുടെ വീട്ടിൽ നിന്നാണെന്ന്. അയ്യോ, എന്തൊരു ഭാഗ്യം! പിന്നെ എന്തെല്ലാം ഒരുക്കമായിരിക്കും. നമുക്ക് സ്നേഹമുള്ളവരെ എല്ലാവരെയും വിളിച്ചറിയിക്കും. നമ്മുടെ അഭ്യുദയകാംക്ഷികളെ എല്ലാവരെയും വിളിച്ചറിയിക്കും. നാട്ടിലാകെ അതൊരു വലിയ സംസാര വിഷയമാകും. ഇന്നയാളുടെ വീട്ടിലേക്ക് ഇന്ത്യൻ പ്രസിഡൻറ്റ് വരുന്നു. എന്തൊരു പദവിയാണ്, എന്തൊരു മഹിമേറിയ പദവിയാണ്. നമ്മുടെ വീട്ടിലേക്കുള്ള വഴി നന്നാക്കും. വല്ല കല്ലോ മുള്ളോ മറ്റോ ഉണ്ടെങ്കിൽ എല്ലാം എടുത്ത് മാറ്റും. എല്ലാം തൂത്ത് വെടിപ്പാക്കും. നമ്മുടെ വീടൊന്ന് വൃത്തിയാക്കും. ഇല്ലേ, നമ്മുടെ വീട് എല്ലാം ആസകലമൊന്ന് കുറഞ്ഞത് ഒന്ന് വൈറ്റ് വാഷ് ചെയ്യും, പെയിൻറ്റ് ചെയ്യും. ഇല്ലേ, കുറഞ്ഞത് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യും. കഴിവുള്ളിടത്തോളം ഭംഗിയാക്കും. നമ്മുടെ കിടപ്പുമുറി വൃത്തിയാക്കും. ഇന്ത്യൻ പ്രസിഡൻറ്റ് കിടക്കാൻ ഒരു നല്ല വിരി വാങ്ങിച്ചതും വിരിക്കും. നല്ലൊരു പുതിയ വിരി വിരിക്കും. എന്തെല്ലാമാണ് ക്രമീകരിക്കാൻ ചെയ്യാൻ സാധിക്കുന്നത്, എന്തെല്ലാം ക്രമീകരണം ചെയ്യാൻ സാധിക്കുന്നിടത്തോളം മനോഹരമാക്കും. അക്കാര്യത്തിൽ സംശയമില്ല. എങ്ങനെയെല്ലാം മനോഹരമാക്കാൻ പറ്റും, നാം അതെല്ലാം ചെയ്യും ഇന്ത്യൻ പ്രസിഡൻറ്റിന് വേണ്ടി. എന്നാൽ നിത്യനായ ദൈവം, നിത്യപരിശുദ്ധനായ ദൈവം, ഈ അഖിലാണ്ടങ്ങളുടെ ഉടയവനായ കർത്താവായ യേശുക്രിസ്തു, അണ്ടകടാഹത്തെ വനഞ്ഞവൻ, ഈ നക്ഷത്രഗോളങ്ങളെ സൃഷ്ടിച്ചവൻ, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും മാത്രമല്ല ഈ ഗാലക്സീസ് മുഴുവൻ നിർമ്മിച്ചവൻ, കരുണയുള്ള കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരാൻ എങ്ങനെ ഒരുക്കണം? നമ്മുടെ ഹൃദയം നാം ഒരുക്കണം. ഈ വീട് നാം ഒരുക്കണം. ശുദ്ധമുള്ള റൂഹായുടെ ശുദ്ധമുള്ള കുടിയിരിപ്പ് ഭവനമാക്കി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തീർക്കണം. ശുദ്ധമുള്ള റൂഹ ശുദ്ധമുള്ളതിൻ്റെ കുടിയിരിപ്പിൻ്റെ ഭവനങ്ങളാക്കി ഞങ്ങളിനി ചമയ്ക്കണമേ എന്ന് സുതാര നമസ്കാരത്തിൽ നാം പ്രാർത്ഥിക്കും. ശുദ്ധമുള്ള റൂഹായുടെ ശുദ്ധമുള്ള കുടിയിരിപ്പ് ഭവനമായി നാം തീരണം. നമ്മുടെ ഹൃദയം നാം വിശുദ്ധമാക്കണം. ഹൃദയത്തെ നാം ഒരുക്കണം. വന്ന പാവങ്ങളെല്ലാം തുറന്നേറ്റു പറയണം. എല്ലാ പാവവും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഏതെല്ലാം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ എല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഏതെങ്കിലും വൈരാഗ്യമുണ്ടോ എല്ലാം മാറ്റണം. ആരുടെങ്കിലും ഏതെങ്കിലും തരത്തിൽ മുഷിച്ചിലോ ഇഷ്ടക്കുറവോ ഏതെങ്കിലും സ്പർദ്ധയോ ഉണ്ടോ എല്ലാം മാറ്റണം. മുൻവിധിയോ അല്ലെങ്കിൽ ആരെങ്കിലും വിധിച്ച് പരദൂഷണം പറഞ്ഞതോ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. എന്തെല്ലാം നമുക്ക് ചെയ്യാനുണ്ട് എല്ലാം ഉപേക്ഷിക്കണം. അശുദ്ധി സംഭവിച്ചിട്ടുണ്ടോ, എൻ്റെ കർത്താവെ തെറ്റുപറ്റിപ്പോയല്ലോ, അലമുറയിട്ട് കരഞ്ഞ് നിങ്ങളതെല്ലാം ഉപേക്ഷിക്കണം. ജീവിതത്തിൽ നിന്ന് പോയ പാപങ്ങളിലെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ ഹൃദയത്തെ നിന്ന് വെടിപ്പാക്കണം. നിത്യനായ ക്രിസ്തുവിന് കടന്നു വരാൻ നമ്മുടെ ഹൃദയത്തെ നിന്ന് ഒരുക്കണം. അങ്ങനെ ഹൃദയത്തെ ഒരുക്കിയിട്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ കൃപയും സമാധാനം നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. സമാധാനം ഉണ്ടാകണമെങ്കിൽ യേശുക്രിസ്തു വന്ന് നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. ഇരുള് മാറും, പ്രകാശം വരും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഇരുൾ മാറണമോ? വേണമോ? നിങ്ങൾക്ക് ഈ അന്ധകാരം മാറണമോ? പാപം മാറണമോ? നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുകയില്ല. മാറ്റാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിന് മാത്രം സാധിക്കും. ഗോകുൽത്തായിലെ കുരിശിൽ ചിന്തിയ ആ തിരുരക്തം നിങ്ങളുടെ പാപങ്ങൾ മാറ്റിത്തരും. ഏതെല്ലാം കേടുകൾ വന്നിട്ടുണ്ടോ, ഏതെല്ലാം തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടോ, ഏതെല്ലാം കെടുതികളിൽ വീഴുപോയിട്ടുണ്ടോ, ഏതെല്ലാം അന്ധകാര വിഷയങ്ങൾക്ക് നിങ്ങൾ വിധേയപ്പെട്ടു പോയിട്ടുണ്ടോ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തളരേണ്ട, നിരാശപ്പെടേണ്ട. എല്ലാം ക്ഷമിക്കാൻ യേശുവിന് മനസ്സാണ്. എല്ലാം പോർക്കാൻ യേശുവിന് മനസ്സാണ്. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പൊക്കുന്ന ശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അരികത്ത് നിൽക്കുന്ന ക്രിസ്തുവിനോട് പറയാം, കർത്താവേ, പാവിയായ മഹാഭാവിയായ ഒരുവനുടേതായിരിക്കുന്നു. കർത്താവേ, പാവത്തിന് മേൽ ജയമില്ലാത്തവരുള്ളൂടെ ഇരിക്കുന്നു.
കോപം മാറിയിട്ടില്ല, ക്രോധം മാറിയിട്ടില്ല, വഴക്കം പിണക്കവും മാറിയിട്ടില്ല, കർത്താവേ അശുദ്ധി മാറിയിട്ടില്ല, അത്യാഗ്രഹം മാറിയിട്ടില്ല, തിന്മകൾ മാറിയിട്ടില്ല. എൻ്റെ ഹൃദയത്തെ നീ നവീകരിക്കണമേ, ഹൃദയത്തെ നീ രൂപാന്തരപ്പെടുത്തണമേ യേശുവേ. നിൻ്റെ രക്തത്താൽ എന്നെ കഴുകണമേ, എൻ്റെ മേൽ നിൻ്റെ കരം വയ്ക്കണമേ, നീ അനുഗ്രഹിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, ഹൃദയം കർത്താവിന് സമർപ്പിക്കൂ, കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ തന്നെ കൊടുക്കൂ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ മഹാകാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സ്നേഹമായി നിൻ്റെ ശബ്ദത്തെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്നേഹം മാത്രമായി നിൻ്റെ വചനങ്ങൾക്ക് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്നേഹത്തിൻ്റെ അധ്യായം തുടങ്ങുമ്പോൾ ഞങ്ങൾ കൃപ തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് സ്നേഹത്തിൻ്റെ ഒരു പുതിയ ജീവിതം ഞങ്ങൾ തുടങ്ങട്ടെ കർത്താവേ. കൃപയും സമാധാനം ഞങ്ങൾ ആവസിക്കണമേ. തിരിഹിതം ഞങ്ങൾ നിറവേറ്റണമേ. രണ്ടാമത്തെ വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.